ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇതേപോലെ ഒരു ഡിസൈനർ ബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 കളറിലുള്ള റിബൺ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. ഒരേ കളറിൽ 4 സെറ്റാണ് വേണ്ടത്. അപ്പോൾ 4 പീസായിട്ട് 2 കളറിലും കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് ഇതേപോലെ മടക്കുക. അപ്പോൾ മടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ മുകളിൽ ആ കോൺ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണം. അതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് രണ്ടും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ മടക്കി വെക്കുക. കണ്ടില്ലേ? ഇനി ഈ ലൈറ്റ് ബ്ലൂ പീസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ വയലറ്റ് പീസിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. നമ്മുടെ കയ്യിൽ ചെറിയ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ക്ലിപ്പ് വെച്ചിട്ട് താഴെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ ഒരു പിൻ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി വയ്ക്കുക ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇതേപോലെ നമുക്ക് 4 സെറ്റാണ് വേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ 2 കളറ് ചേർന്ന്, അതായത് നെക്സ്റ്റ് വയ്ക്കുമ്പോൾ ഈ വയലറ്റ് കളർ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ വേണം അടുത്ത പീസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ഈ 2 സെറ്റ് നമ്മൾ ഒന്നിച്ച് വെച്ചിട്ട് ഒരു സൈഡിലെ ഒരു പീസ് ഉണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ 2 ബ്ലൂ നടുക്കും വയലറ്റ് സൈഡിലും വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇനി നമ്മളിത് ചെയ്യുമ്പോൾ ഇതേപോലെ കണ്ടില്ലേ, അത് റൈറ്റ് സൈഡിൽ, അതായത് വയലറ്റ് കളർ റൈറ്റ് സൈഡിൽ വരണം. ഇതേപോലെ പിൻ ചെയ്ത് വെക്കുക, ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഈ 2 സെറ്റും കൂടെ ചേർത്ത് നമ്മളിനി സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ഇതേപോലെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ ഞാനിത് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ആദ്യം നമ്മളുണ്ടാക്കിയ ഈ പീസും ഒന്ന് ഒട്ടിച്ചെടുക്കുകയല്ല, ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ ബ്ലൂവിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഇതേപോലെ അടുപ്പിച്ച് വെക്കണം. എന്നാലേ നമുക്ക് ഒത്തിരി വിടർന്നിരിക്കരുത്. അടുപ്പിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നും കൂടെ പിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ബോട്ടം പോർഷനിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ബാക്ക് സൈഡിലത്തെ പീസും ലെയറും കറക്റ്റായിട്ട് കിട്ടണം, ഒന്നും വിട്ടു പോകരുത്. ഇനി നമുക്ക് അടുത്ത സെറ്റും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ബോട്ടമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം അതൊന്ന് വലിച്ചെടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വലിച്ച് ഇതേപോലെ മുറുക്കി കെട്ടുക. ബാക്ക് സൈഡിൽ നന്നായിട്ട് മുറുക്കി വരണം. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ 2 സൈഡിലും നമുക്ക് ബ്ലൂ സെൻറ്ററിലും വയലറ്റ് സൈഡിലും വരുന്ന രീതിയിൽ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബോ ഷേപ്പ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പീസ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ ടോട്ടൽ 3 സെറ്റാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്ക് സൈഡിൽ ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്നും വിട്ടു പോകും. അങ്ങനെ മുറുക്കി കെട്ടിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ മുറുക്കി കെട്ടുമ്പോൾ നമ്മൾ ഒന്നും കൂടെ നോക്കാം എൻ്റെ കറക്റ്റ് ഷേപ്പൊക്കെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ കാണിച്ചിട്ടുണ്ട് മെഷർമെൻറ്റ് 16 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ലെങ്ത്ത്. സെയിം റിബൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി സെൻട്രൽ കൂടി ഒന്ന് മടക്കി വെക്കുക. 2 എണ്ണത്തിൻ്റെയും സെൻട്രൽ കൂടി മടക്കി വെക്കണം. അപ്പോൾ ഈ സെൻട്രൽ മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ആ നടുക്കൂടെ നമുക്ക് ആ 2 സൈഡും 2 എൻഡും ആ മിഡിലിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 റിബണും കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡിലും മെഷർമെൻറ്റ് മാറിപ്പോകരുത്, ഈക്വൽ സൈസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് വീണ്ടും നമുക്കതിൻ്റെ മുകളിൽ കൂടി അതായത് ആ മിഡിൽ സെൻട്രൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിടുക. അതിനുശേഷം അതൊന്ന് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു ബോ ഷേപ്പ് കിട്ടും. ഒരു സിമ്പിൾ ബോ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് പീസായിട്ട് വരും. അതായത് നമ്മുടെ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ തൊട്ട് താഴെ ഒട്ടിച്ചെടുക്കേണ്ട പീസാണ് ഈ കാണുന്ന പീസ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മുറുക്കി കെട്ടി ഒന്ന് ടൈ ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിനി ഒരു മൂന്നാമതൊരു പീസ് വേണം. അത് 7 സെൻറ്റിമീറ്ററിൽ സെയിം സ്കൈ ബ്ലൂ കളറിലാണ്. ഇതേപോലെ വേണം ഫോൾഡ് ചെയ്യാൻ. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് വേയിൽ വേണം ചെയ്യാൻ. അതായത് മുകളിൽ വന്ന പോർഷൻ അടുത്ത തവണ താഴെ വരണം, എന്നാലേ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യാൻ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒരു പാറ്റേൺ കിട്ടും. അപ്പോൾ മടക്കുന്ന രീതി മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി നമുക്ക് ആദ്യത്തെ 2 പീസും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് താഴത്തെ ബോർഡ് മുകളിലേക്ക് നമ്മുടെ ആദ്യത്തെ പീസ് ഒട്ടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം
നമ്മുടെ ആ മൂന്നാമത്തെ പീസ് ഇതിന് ചുറ്റും ഇതേപോലെ വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ എൻഡ് പോർഷൻ ബാക്ക് സൈഡിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് ഒട്ടിക്കാനായിട്ട്. പിന്നെ എക്സ്ട്രാ വല്ലതും നമുക്ക് നീളം കിടക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മുടെ മുകളിൽ വെക്കേണ്ട ആ ഒരു പീസ് ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്നും കൂടെ നമ്മുടെ ആ ബോയുടെ താഴത്തെ പോർഷനൊക്കെ ഒന്ന് വിടർത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ അത് ശരിക്കും ഒട്ടുന്നതിന് മുൻപ് തന്നെ നമുക്കൊന്ന് വിടർത്തി വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതായത് വേറൊരെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ബ്ലൂ പീസ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കറക്റ്റായിട്ട് ആ മെഷർമെൻറ്റൊക്കെ ഫോളോ ചെയ്യുക. ഇനി എൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ നമുക്കൊരു ഹെയർ ബാൻഡ്, ചെറിയ ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലിപ്പാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ക്ലിപ്പിന് മുകളിൽ ഞാനൊരു റിബൺ ഒട്ടിച്ചിട്ടുണ്ട്, ചെറിയൊരു റിബൺ. അതിന് മുകളിൽ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഈ ക്ലിപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡിസൈനർ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ളതാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.